ജയസൂര്യൻ സാർ, യു കെ എന്ന് പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്ന നഗരം കൂടിയാണ്. ഇന്ത്യയിലെ നിരവധി പേർ അവിടെ ബിസിനസ് സംബന്ധമായി അല്ലെങ്കിൽ അവിടെ വീടെടുത്ത് ഒക്കെ താമസിക്കുന്ന ഒട്ടനേകം പേരുണ്ട്. യു കെ ഒരു സ്വപ്ന രാജ്യം കൂടിയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. അത്യാവശ്യം നന്നായിട്ട് സാമ്പത്തികമായി മെച്ചപ്പെടാൻ, പഠനത്തിന് ഒക്കെ യു കെ ബെസ്റ്റ് ആണെന്ന് നമ്മളിൽ പൊതുവെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്കകത്ത് അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. പക്ഷേ യു കെ പഴയ യു കെ അല്ല. യു കെ അടിമുടി മാറുന്നു. 90% പേരും യു കെയിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരുന്നതിനെ പറ്റി ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. യു കെ അവരുടെ ഒരു ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. അങ്ങനെ ഇനി തോന്നുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സമയപരിധിക്കുള്ളിൽ യു കെയിലേക്ക് എത്താനാവില്ല. എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ? ഓരോ ഇന്ത്യക്കാരനെയും അല്ലെങ്കിൽ പഠിക്കാൻ അവിടേക്ക് എത്തുന്ന സ്റ്റുഡൻസിനെ ഉൾപ്പെടെ ഇതെങ്ങനെ ബാധിക്കും? യു കെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമപരമായ മാറ്റങ്ങൾ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം, അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവർ എല്ലാവരും വളരെയേറെ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യു കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് ഇന്ന്. പഴയതുപോലെയുള്ള സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമല്ല ഇന്നത്തെ യു കെ. ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നട്ടം തിരിയുകയാണ് യു കെ. അതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും, എല്ലാ തൊഴിലാളികളെയും, എല്ലാ അഭയാർത്ഥികളെയും സ്വന്തം നാട്ടിലേക്ക് സ്വീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് ബ്രിട്ടന് ഇല്ല. എന്നാൽ ഈ ഭാഷയിലല്ല ബ്രിട്ടൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് മാത്രം. അവരതിന് ഉപയോഗിക്കുന്ന ഭാഷ ഞങ്ങൾ കുടിയേറ്റ നിയമനങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്ന് മാത്രമാണ്. അതായത് 5 വർഷക്കാലം ബ്രിട്ടനിൽ സ്ഥിരതാമസം ആയിട്ടുള്ളവർക്ക് അവിടുത്തെ പൗരത്വത്തിനുള്ള എല്ലാ അവകാശങ്ങളും നേരത്തെ ലഭിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ നിയമം ബ്രിട്ടൻ മാറ്റിയിരിക്കുന്നു. 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി ഉയർത്തിയിരിക്കുകയാണ്. അതായത് 10 വർഷം ബ്രിട്ടനിൽ സ്ഥിരതാമസമായിട്ടുള്ളവർക്ക് മാത്രമാണ് ഒരു ബ്രിട്ടീഷ് പൗരൻ എന്നുള്ള എല്ലാ അവകാശ അധികാരങ്ങളും ഇനി മുതൽ ലഭിക്കുക. ഇത് വലിയൊരു ചേഞ്ചാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റേ ബാക്ക്, അതായത് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ജോലി കണ്ടുപിടിക്കാൻ 2 വർഷക്കാലം ബ്രിട്ടനിൽ താമസിക്കാം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിയമം. ആ നിയമം മാറ്റിയിരിക്കുന്നു. അത് 1.5 വർഷമാക്കി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതില് 1.5 വർഷം എന്നുള്ളത് ഒരു ചെറിയ കാലയളവാണ്. 18 മാസത്തിനുള്ളിൽ ജോലി കണ്ടെത്തി സ്ഥിര വരുമാനം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ബ്രിട്ടനിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വൻതോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2022-23 1,73,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിൽ എത്തിയിരുന്നു. അത് തൊട്ടടുത്ത വർഷം 2024-25 വരുമ്പോൾ അത് 1,32,000 കുറഞ്ഞു. വലിയൊരു ഇടിവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, ബ്രിട്ടൻ മറ്റൊരു രീതിയിൽ വളരെ കൃത്യമായി, അതായത് കടുപ്പിച്ച ഭാഷയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡോക്ടർമാർക്ക് ബ്രിട്ടനിലേക്ക് വരാം, നഴ്സുമാർക്ക് ബ്രിട്ടനിലേക്ക് വരാം, ഈ ബ്രിട്ടനിൽ ആവശ്യമുള്ള ട്രേഡുകളിലെ എഞ്ചിനീയർമാർക്ക് ബ്രിട്ടനിലേക്ക് വരാം, സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന മറ്റ് തൊഴിൽ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ളവർക്ക് ബ്രിട്ടനിലേക്ക് വരാം. അല്ലാത്ത ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ബ്രിട്ടൻ മാറി. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനും കഴിവുള്ള തലച്ചോറുകളും കൈകളും മാത്രം ബ്രിട്ടനിലേക്ക് വന്നാൽ മതി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇത്. അതുകൊണ്ട് പഴയ കാലത്തേതുപോലെ ആർക്കെങ്കിലുമൊക്കെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിക്കാൻ ഇന്ന് അനുമതി നൽകുന്നില്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ബ്രിട്ടന്റെ മാത്രം അവസ്ഥയാണ് എന്ന് കരുതേണ്ടതില്ല. പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു നിലപാടിലേക്ക് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം, യൂറോപ്പിലെ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെ മാത്രം ജനസംഖ്യയുള്ള ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങളുള്ള വളരെയേറെ പരിമിതികളുള്ള രാജ്യങ്ങളാണ്. പഴയ കാലത്തെ സമ്പദ് സമൃദ്ധിയൊക്കെ യൂറോപ്പിൽ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതറിയാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ യൂറോപ്പിലേക്ക് പഠനത്തിനു ശേഷം ജോലിക്ക് ശേഷം അവിടുത്തെ പൗരത്വത്തിനും വേണ്ടി ശ്രമിക്കുമ്പോൾ പഴയതുപോലെ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെ ശരിവെക്കുന്ന മറ്റൊരു വലിയ കാര്യം കൂടി അവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്.
അതായത് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ ബ്രിട്ടനിൽ നിന്ന് പൗരത്വം ഉപേക്ഷിച്ചു പോയത് 24,000 ബിസിനസ്സുകാരും വ്യവസായികളുമാണ്. നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ലോറികളും ബസ്സുകളും അശോക് ലൈലാൻഡ് എന്ന് നമ്മൾ കാണാറുണ്ട്. ഈ അശോക് ലൈലാൻഡ് എന്ന് പറയുന്നത് ഹിന്ദുജ ഗ്രൂപ്പിന്റെ വാഹനങ്ങളാണ്. ഈ ഹിന്ദുജ ഗ്രൂപ്പ് കഴിഞ്ഞ 75 വർഷമായി തലമുറകളായി ബ്രിട്ടനിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് അവർ ബ്രിട്ടൻ വിട്ടുപോകാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. കാരണം ബ്രിട്ടനിൽ താമസിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്നത് കൊണ്ടാണ് 10,000-കണക്കിന് ആൾക്കാർ ബ്രിട്ടനിൽ പോയി താമസിച്ച് കോടീശ്വരന്മാരായിട്ടുള്ള വമ്പൻ ബിസിനസ്സുകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ എന്നിവയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ബ്രിട്ടൻ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ബ്രിട്ടനിൽ ചെയ്യുന്ന ബിസിനസ്സിന് മാത്രം ബ്രിട്ടനിൽ നികുതി കൊടുത്താൽ പോരാ, മറിച്ച് ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരാൾ ലോകത്തിന്റെ ഏതൊരു രാജ്യത്ത് എന്ത് ബിസിനസ് നടത്തി എത്ര ലാഭം ഉണ്ടാക്കിയാലും അതിനെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നികുതി കൊടുക്കണം എന്നൊരു പുതിയ നിയമം ബ്രിട്ടൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരൊറ്റ നിയമം മതി ബ്രിട്ടന്റെ സാമ്പത്തിക ദാരിദ്ര്യം എത്ര കഠിനമാണ് എന്ന് മനസ്സിലാക്കാൻ. ഈ നിയമം വന്നതോടുകൂടി വൻകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കും മൾട്ടിനാഷണൽ കമ്പനി ഉടമസ്ഥന്മാർക്കും ബ്രിട്ടനിൽ താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവര് പാപ്പരായി പോകും. ലോകത്തെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ബിസിനസിന്റെയും വരുമാനത്തിന്റെയും ലാഭവിഹിതം ബ്രിട്ടീഷ് ട്രഷറിയിലേക്ക് അടയ്ക്കണം. പുതിയ നികുതി നിയമം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ 24,000 വൻകിട വ്യവസായികളും കോടീശ്വരന്മാരുമാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ബ്രിട്ടൻ വിട്ടുപോയത്. ഞാൻ ഉദാഹരണമാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നൽകുന്ന വ്യക്തമായ ഒരു സൂചനയുണ്ട്. ബ്രിട്ടൻ ഇനി ആരെയും കാര്യമായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമങ്ങൾ കർശനമാവുകയാണ്. കടുത്ത സാമ്പത്തികങ്ങൾ വരികയാണ്. നികുതി ഭാരം താങ്ങാൻ വയ്യാതെ കോടീശ്വരന്മാർ, 10,000-കണക്കിന് കോടീശ്വരന്മാർ ബ്രിട്ടൻ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം, അഭയാർത്ഥികളെ പോലെ മറ്റു രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ്സും ഇൻഡസ്ട്രിയും പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടൻ പഴയ ബ്രിട്ടൻ അല്ല, ബ്രിട്ടൻ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതുകൊണ്ട് ബ്രിട്ടനിലേക്ക് ചെന്ന് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാം എന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി ഈ വിഷയങ്ങൾ പരിഗണിക്കണം എന്നാണ് എന്റെ അപേക്ഷ. തീർച്ചയായും UK-യിലേക്ക് എത്തുക അല്ലെങ്കിൽ UK-യിൽ ചെന്ന് പഠിക്കുക എന്നൊന്നും പറയുന്നത് ഇനി അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. കാരണം ജയസൂര്യൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ UK അവർക്ക് എന്ത് ലാഭം നേടിത്തരുന്നു എന്നുള്ളവരെ മാത്രമാണ് ഇനി പരിഗണിക്കുന്നത്. പകരം രാജ്യത്തേക്ക് വരുന്നവരെ കൂടുതൽ മര്യാദകളോടെ സ്വീകരിച്ച് 5 വർഷം നിന്നാൽ പൗരത്വവും പൗരനായിരിക്കെ ലഭിക്കേണ്ടുന്ന എല്ലാ അംഗീകാരവും ഒക്കെ നൽകി ഇനി സ്വീകരിക്കുമെന്ന് കരുതരുത്. അപ്പൊ UK-യിലേക്ക് പോകുന്നവർ ഒരല്പം ഒന്ന് ആലോചിച്ച് സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ പോവുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമത്തിന്റെ, ഇപ്പോൾ അവർ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. ഒപ്പം അവർ അവിടുത്തെ ഇമിഗ്രേഷൻ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. ആ കാര്യത്തിലും അങ്ങോട്ടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. എന്തൊക്കെയായാലും ജയസൂര്യൻ സാർ നമ്മൾ അവസാനം പറഞ്ഞു വെക്കുന്നത് UK പഴയ UK അല്ല എന്നുള്ളത് തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.